ഓറൽ ഹൈജീനിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ടൂത്ത് ബ്രഷിങ്ങിനെ കുറിച്ച്. ടൂത്ത് ബ്രഷിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ പേഷ്യൻസ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യാം എന്നുള്ളത്. ഇന്ന് ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ടൂത്ത് ബ്രഷിന്റെ സൈസും ഷേപ്പുമാണ്. ഇതിപ്പോൾ നമ്മുടെ മൗത്തിന് ആനുപാതികമായിട്ടുള്ള ടൂത്ത് ബ്രഷ് സൈസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം വായിന്റെ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറിലും എത്തിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഓറൽ ഹൈജീൻ മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടൂത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് എപ്പോഴും സോഫ്റ്റ് ബ്രിസിൽസ് ആയിരിക്കും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഹാർഡ് ബ്രിസിൽഡ് ആയിട്ടുള്ള ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇത് പല്ലിന് തേയ്മാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗം റെസിഷൻ എന്ന് പറയും, അതായത് ഗമ്മ് പല്ലിന്ന് വിട്ടുപോകാനുള്ള ഒരു അവസ്ഥ എത്തിക്കാനും അതുവഴി മോണരോഗങ്ങൾ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാനും കാരണം. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ടൂത്ത് ബ്രഷിന്റെ ഹാൻഡിൽ ടൈപ്പ്. അത് നമുക്ക് പിടിക്കാൻ, അതായത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷ് ഹാൻഡിലുള്ള ബ്രഷ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ബ്രഷിങ്ങിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷസ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഓസിലേറ്റിംഗ് ഹെഡുള്ള ബ്രഷസ് ആണ്. മാനുവൽ ടൂത്ത് ബ്രഷിങ്ങിനെക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും ഈ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രോപ്പർ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഓറൽ ഹൈജീൻ ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.